ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് പാത്താണ്. അതായത് നമ്മളിനി മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് കോഷീസ് ഇൻ്റഗ്രൽ തിയറമാണ്. അപ്പോൾ ഇത് അറിയുന്നതിന് മുന്നേ നമുക്ക് രണ്ട് ചെറിയൊരു കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തത് സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്. അപ്പോൾ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കർവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫിഗർ C1 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതെവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, ഇതൊരൊറ്റ ക്ലോസ്ഡ് പാത്താണ്. C2 അങ്ങനല്ല, ഇതൊരു ഇൻഫിനിറ്റി ലൂപ്പ് പോലെ ഈ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? C1 എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത്താണെന്ന് നമുക്ക് പറയാം, C2 അത് അല്ല. ഈ ഇതുപോലെ വരുന്നൊരു കോൺസെപ്റ്റാണ് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. അതായത് നമുക്കൊരു ഡൊമൈൻ ഉണ്ടെന്ന് കരുതുക, ആ ഡൊമൈനെ നമ്മൾ D എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഡൊമൈൻ D എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെയും കണക്റ്റഡ് ഡൊമൈൻ, അതായത് വേറെ ഏതെങ്കിലും ഒരു ചെറിയ ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ നമ്മളതിനെ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് വിളിക്കും. ഇപ്പം ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഫിഗർ എന്ന് വെച്ചാൽ സാധാരണ സിംപ്ലി കണക്റ്റഡ് ഒരു ഫിഗറാണ്, ക്ലോസ്ഡ് പാത്താണ്. പക്ഷേ ഈ ഒരു ഫിഗർ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വേറെ 2-3 ക്ലോസ്ഡ് പാത്തുകളുണ്ട്, ഇവിടെയുണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്ലി കണക്റ്റഡ്, അല്ലെങ്കിൽ ഒരു ഡൊമൈൻ്റെ ഉള്ളിൽ വേറെ ക്ലോസ്ഡ് പാത്ത് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി കോഷീസ് ഇൻ്റഗ്രൽ തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമുക്കൊരു അനലിറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, f(z) ആണെന്ന് കരുതുക. ഈ f(z) എന്ന് പറയുന്ന ഈ അനലിറ്റിക് ഫംഗ്ഷൻ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണോ, അതായത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡിയിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് ഇൻ്റഗ്രൽ C f(z) dz = 0. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ഒരു പാത്ത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്തുണ്ട്. ഓക്കെ, അപ്പം നമുക്കതിനകത്തൊരു ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ എന്താ പ്രോബ്ലം? ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ C. ഈ ഇൻ്റഗ്രേഷൻ നമ്മൾ ആക്ച്വലി ക്ലോസ്ഡ് ഇൻ്റഗ്രലിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവാലുവേറ്റ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C dz/z-2 വെയർ C ഈസ് മോഡ് z = 1. അപ്പോൾ C എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും പാത്താണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? dz/z-2. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് നമ്മൾ =0 ചെയ്യുക. അപ്പോൾ z-2 എന്ന് കിട്ടും. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? 2 എന്ന് കിട്ടും. ഈ 2 എന്ന് പറഞ്ഞേക്കുന്നത് ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന പാത്തിനേക്കാളും വലുതാണ്. അപ്പം നമ്മൾ നോർമലി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പാത്ത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പാത്ത്. ഈ 1 ഇവിടം വരെയാണ് 1 എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞേക്കുന്നതിനെക്കാട്ടിലും വലുതാണ് നമ്മളുടെ കിട്ടിയ ഇസഡിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ ഫംഗ്ഷൻ ഹാസ് എ സിംഗുലാരിറ്റി. അതായത് ദ പോയിൻറ്റ് വെയർ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് അനലിറ്റിക്. ഇതൊരു സിംഗുലാരിറ്റി ഉണ്ട്. പറയാൻ കാരണം എന്താ? ദ പോയിൻറ്റ് z = 2 ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. നോർമലി തന്നിരിക്കുന്ന പാത്ത് പോലെയല്ല, ആ പാത്തിനെക്കാട്ടിലും പുറത്താണ് ഇത് റിസൈഡ് ചെയ്യുന്നത്. കാരണം z = 2 കിട്ടിയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് അനലിറ്റിക് ഇൻസൈഡ് മോഡ് z = 1. ഹെൻസ് ബൈ കോഷീസ് ഇൻ്റഗ്രൽ തിയറം ഇൻ്റഗ്രൽ C dz/z-2 = 0 എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പാത്ത് എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് കിട്ടിയ ഇസഡിൻ്റെ വാല്യൂവിനെക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ അത് ക്ലോസ്ഡ് ഇൻസൈഡ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതുപോലെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യനും. ഇവാലുവേറ്റ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C e⁻z/z+1 = dz മോഡ് z = 1/2. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. z+1 = 0 ആക്കുക. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ -1 എന്ന് കിട്ടും. അപ്പം ഇത് ഹാഫാണ് അല്ലേ, 1/2. അപ്പോൾ -1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിൽ വരും, അതായത് ഔട്ട്സൈഡ് സർക്കിളാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? കോഷീസ് ഇൻ്റഗ്രൽ തിയറം അനുസരിച്ച് ഔട്ട്സൈഡ് സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ C e⁻z/z+1 dz = 0 നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ ഒരു ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് കോഷീസ് ഇൻ്റഗ്രൽ തിയറം വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നോക്കാം. ഇപ്പം നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ട്
എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണെന്ന് കരുതുക. എവിടെയാണ് ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആവുന്നത്? ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി. ഇപ്പോൾ നമുക്കൊരു ഡൊമൈൻ ഉണ്ട് ഡി, ആ ഡൊമൈൻ ഡിയുടെ ഉള്ളിൽ ഈ എഫ് ഓഫ് ഇസഡ് എന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ദെൻ ഫോർ എനി പോയിന്റ് Z0 ഇൻ ഡി, അതായത് ഈ ഡൊമൈനകത്ത് ഓൾറെഡി നമ്മളൊരു എഫ് ഓഫ് ഇസഡ് എന്നൊരു പാത്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു Z0 എന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇതിൻ്റെ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് എൻക്ലോസ് ചെയ്തത് എങ്ങനെയാണ്? ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi എഫ് ഓഫ് Z0 എന്ന് പറയണം. അപ്പം ഈ ഇക്വേഷൻ വൃത്തിക്ക് പഠിക്കുക. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ സി ഡി ഇസഡ് ബൈ ഇസഡ് മൈനസ് 2 വേർ സി ഈസ് മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ പാത്ത് എന്ന് വെച്ചാൽ മോഡ് ഇസഡ് ആണ്, 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? നേരത്തെ ചെയ്ത പോലെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. അപ്പോൾ സിംഗുലാരിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ഇസഡ് ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അത് എവിടെ എങ്ങനെ ലൈസ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ? ഇൻസൈഡ് ആണ്. കാരണം പാത്ത് മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ 3ൻ്റെ ഉള്ളിലാണ് 2 വരുന്നത്. സോ വി ഹാവ് ടു അപ്ലൈ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല. അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ ഫോർമുല? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 0 ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi എഫ് ഓഫ് Z0. അപ്പം നമ്മൾ ഡി ഇസഡ് കൊടുക്കുക, ഇസഡ് മൈനസ് 2 കൊടുക്കുക. അപ്പോൾ 2πi ഓഫ് എഫ് ഓഫ് 2 എന്ന് കിട്ടും. എഫ് ഓഫ് 2 എന്ന് വെച്ചാൽ അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, അതായത് അതൊരു കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് 1 എന്ന് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്കിങ്ങനെ വരും 2πi എന്ന് കിട്ടും. കാരണം എഫ് ഓഫ് Z0 എന്ന് പറഞ്ഞാൽ ഇവിടെ Z0 എന്ന് പറഞ്ഞേക്കുന്നതിൻ്റെ വാല്യൂ 1 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കോഷ്യസ് ഇൻ്റഗ്രൽ തിയറം അനുസരിച്ച് ഇത് ഇൻസൈഡ് ദ പാത്ത് ആണെന്ന് നമുക്ക് പറയാം, അതായത് ഇൻസൈഡ് ദ ഡൊമൈൻ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ഈ സെക്കൻഡ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ പവർ സീരീസ് ആണ്. അപ്പം പവർ സീരീസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടൈലർ സീരീസ് ഉണ്ട്, മക്ലോറിൻ സീരീസ് ഉണ്ട്, ലോറൻസ് സീരീസ് ഉണ്ട്. 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് പവർ സീരീസിൻ്റെ ജനറൽ ഫോർമാറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സിഗ്മ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an Z മൈനസ് Z0 ദ ഹോൾ റേസ് ടു n. ഇതാണ് നമ്മളുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് പവർ സീരീസിൻ്റെ. ഇനി ഇതിനകത്ത് Z0 എന്ന് പറയുന്നതാണ് നമ്മൾ ആക്ച്വലി പവർ സീരീസിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ സീരീസ് നമുക്ക് നോക്കാം, ടൈലർ സീരീസ്. അപ്പം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് ഇസഡ്. അതൊരു അനലിറ്റിക് ഫംഗ്ഷനാണ്. എവിടെ? ഡൊമൈൻ ഡിയിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ടൈലർ സീരീസിനകത്ത് പറഞ്ഞേക്കുന്നത് ഇസഡും Z0ഉം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് Z0 പ്ലസ് ഇസഡ് മൈനസ് Z0 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് Z0 പ്ലസ് ഇസഡ് മൈനസ് Z0 ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് Z0 എക്സെട്ര അപ് ടു Z മൈനസ് Z0 ദ ഹോൾ റേസ് ടു n ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റേസ് ടു n ഓഫ് Z0. ഇതാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ടൈലർ സീരീസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കണം. Z0 ആകുമ്പോഴാണ് ടൈലർ സീരീസ് ഉണ്ടാവുന്നത്. ഇനി ഈ Z0ൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് നമുക്ക് മക്ലോറിൻ സീരീസ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സീരീസ് എഴുതാം. എന്തൊക്കെയാണ്? ടൈലറും മക്ലോറിനും. അപ്പോൾ Z0 0 ആകുമ്പോൾ എങ്ങനെ വരും ഈ ഇക്വേഷൻ? മക്ലോറിൻ സീരീസ് എഫ് ഓഫ് 0 പ്ലസ് ഇസഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 പ്ലസ് ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 പ്ലസ് എക്സെട്ര അപ് ടു ഇസഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ് റേസ് ടു n ബൈ ദ n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റേസ് ടു n ഓഫ് 0 നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു പ്രോബ്ലം ചെയ്യാം ടൈലർ സീരീസിൻ്റെ. അപ്പോൾ എഫ് ഓഫ് ഇസഡ് 2 സൈൻ ഇസഡ് ആണ്. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് π/2. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ? ആദ്യം നമ്മൾ ടൈലർ സീരീസ് ആയതുകൊണ്ട് ഇക്വേഷൻ എടുത്ത് എഴുതുക. ഇപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇൻഫിനിറ്റി പോലെ പോകും കേട്ടോ. അപ്പോൾ നമ്മളൊരു 2-3 എന്താ പറയുക, ഇത് എഴുതിയാൽ മതി. എഫ് ഓഫ് 0യും ഈ ഒരു ടേമും പിന്നെ വേണമെങ്കിൽ എഫ് ട്രിപ്പിൾ ഡാഷും കൂടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പം അങ്ങനെ നമുക്ക് എൻഡ് വരെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ 2-3 ടേംസ് മാത്രം എഴുതിയാൽ മതി.
ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ഇസഡ് സൈൻ ഇസഡ് ആണ്. അപ്പോൾ നമുക്കെല്ലാം കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ എഫ് ഓഫ് പൈ ബൈ ടു എന്ന് വെച്ചാൽ സൈൻ പൈ ബൈ ടു, സൈൻ പൈ ബൈ ടു എന്ന് വെച്ചാൽ 1 ആണ് കേട്ടോ. ഇനി എഫ് ഡാഷ് ഓഫ് ഇസഡ് ഉണ്ട്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കോസ് ഇസഡ് കിട്ടും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് പൈ ബൈ ടു എന്ന് വെച്ചാൽ കോസ് പൈ ബൈ ടു 0 ആണ്. ഇനി നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് എടുക്കുന്നുണ്ട്, അതായത് കോസ് ഇസഡിന് നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ നമുക്ക് മൈനസ് സൈൻ ഇസഡ് എന്ന് കിട്ടും. അതിനകത്ത് ഇസഡിൻ്റെ പൈ ബൈ ടു കൊടുക്കുമ്പോൾ മൈനസ് സൈൻ പൈ ബൈ ടു എന്ന് കിട്ടും, അത് -1 ആണ്. അപ്പം ഇത്രയും ചെയ്ത് വെച്ചാൽ എളുപ്പമാണ്, പിന്നെ ഇക്വേഷനിൽ പറക്കി ഇട്ടാൽ മതി. അപ്പോൾ ആദ്യം എന്താ, എഫ് ഓഫ് ഇസഡ് 0, എഫ് ഓഫ് ഇസഡ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, പ്ലസ് ഇസഡ് മൈനസ് ഇസഡ് 0 എന്ന് വെച്ചാൽ പൈ ബൈ ടു ആണ്, അതായത് പൈ ബൈ ടു ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഇസഡ് 0. എഫ് ഡാഷ് ഓഫ് ഇസഡ് 0 എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എഫ് ഡാഷ് ഓഫ് ഇസഡ് 0 നമുക്ക് കിട്ടിയിരിക്കുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുക്കുക. പ്ലസ് ഇസഡ് മൈനസ് പൈ ബൈ ടു ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു -1 എഫ് ഡബിൾ ഡാഷ് പ്ലസ് 0 എക്സെട്ര അപ് ടു ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇപ്പം നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, 1 മൈനസ് ഇസഡ് മൈനസ് പൈ ബൈ ടു ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് മൈനസ് പൈ ബൈ ടു ദ ഹോൾ റേസ് ടു 4/4 ഫാക്ടോറിയൽ. ഇതിങ്ങനെ പോവും. ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ അടുത്ത ടേം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇസഡ് മൈനസ് പൈ ബൈ ടു ദ ഹോൾ റേസ് ടു 6/6 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഇതേപോലെ തന്നെ നമുക്ക് മാക്ടോറിയൽ സീരീസിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. അപ്പം എഫ് ഓഫ് ഇസഡ് ഉണ്ട്, നമ്മൾ ഇസഡ് നോട്ടിനെല്ലാം നമ്മൾ 0 ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ ചെയ്യാനുള്ള ഫംഗ്ഷൻ കോസ് ഇസഡ് ആണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എഫ് ഓഫ് ഇസഡ് എടുത്ത് എഴുതുക. എഫ് ഓഫ് 0 1, അതായത് കോസ് 0 1. ഇതിന് ഡെറിവേറ്റീവ് എടുക്കുക, എഫ് ഡാഷ് ഓഫ് ഇസഡ് എടുക്കുക. അപ്പോൾ മൈനസ് സൈൻ ഇസഡ് എന്ന് കിട്ടും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 0. പിന്നെ നമ്മൾ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് കോസ്ഡ്, അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 -1 എന്ന് കിട്ടും. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഡയറക്റ്റ്ലി പറക്കിയിടുക, എല്ലാം കൂടെ ആഡപ്പ് ചെയ്യുക. അപ്പം നമുക്കിങ്ങനെ കിട്ടും. ഇത് വളരെ സിമ്പിൾ ഒരു ടോപ്പിക്കാണ്, ടൈലറും മക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സീരീസ് എന്ന് വെച്ചാൽ അതിന് മുന്നേ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈലർ സീരീസിനകത്ത് നമുക്ക് ഉപയോഗപ്പെടുന്ന, അല്ലെങ്കിൽ മക്ലോറിൻ സീരീസിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന ഇക്വേഷൻസ് ആണ്. അതായത് ഇ റേസ് ടു ഇസഡ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ റിസൾട്ട്. നിങ്ങൾ ഇക്വേഷൻ എഴുതിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ ഇത് തന്നെ എഴുതാം. സൈൻ ഇസഡ്, കോസ് ഇസഡ്, സൈൻ എച്ച് ഇസഡ്. ഹൈപ്പോട്ടന്യൂസ് വരുമ്പോൾ കോസ് എച്ച് ഇസഡ് ലോഗ് ഓഫ് 1 പ്ലസ് ഇസഡ് 1/1 മൈനസ് ഇസഡ്. ഇതിൻ്റെ റിസൾട്ട് ഇത്രയും പഠിച്ചു വെച്ചാൽ അത്രയും എളുപ്പമായിരിക്കും. ഈ ലാസ്റ്റ് സീരീസ് എന്ന് വെച്ചാൽ ലോറൻസ് സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ ലോറൻസ് സീരീസ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്നൊരു അനലിറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഡൊമൈനിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ട്. കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് വെച്ചാൽ അർത്ഥം ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വേറൊരു സർക്കിൾ. അപ്പോൾ ഇവിടെ C1 C2 2 കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടൊരു പോയിന്റ് കാണും ഇസഡ് നോട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ലോറൻസ് സീരീസ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോറൻസ് സീരീസിൻ്റെ സീരീസ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു A0 പ്ലസ് A1 ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് 0 പ്ലസ് A2 ഇൻറ്റു ഇസഡ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എക്സെട്ര അപ് ടു പറഞ്ഞിങ്ങനെ നെഗറ്റീവ് ടേമിൽ പോയിട്ട് പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം, സിഗ്മ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി AN ഓഫ് ഇസഡ് മൈനസ് ഇസഡ് 0 ദ ഹോൾ റേസ് ടു n പ്ലസ് സിഗ്മ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി A ഓഫ് മൈനസ് n ഇൻറ്റു ഇസഡ് മൈനസ് 0 ദ ഹോൾ റേസ് ടു -n. ഇത്രയും പോസിറ്റീവ് ടേമിനും ഇത്രയും നെഗറ്റീവ് ടേമിനും. ഇനി ഇതിനകത്ത് AN കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. 1/2πi ക്ലോസ് ഇൻ്റഗ്രൽ C എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ദ ഹോൾ റേസ് ടു n പ്ലസ് 1 dz. A മൈനസ് n കണ്ടുപിടിക്കാനുള്ളതാണ്. 1/2πi ക്ലോസ് ഇൻ്റഗ്രൽ C എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 0 ദ ഹോൾ റേസ് ടു -n പ്ലസ് 1 dz. ഓക്കെ, ഇപ്പം നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് ഇസഡ് നമുക്ക് തന്നിട്ടുണ്ട്. 1/z ഓഫ് ഇസഡ് -1 ആണ്. ലോറൻസ് സീരീസ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. പോയിന്റ് z = 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്മളുടെ എഫ് ഓഫ് ഇസഡ് എടുത്തെഴുതിയതിന് ശേഷം നമ്മൾ ഇതിനെ പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ a പ്ലസ് b ഇത് എന്തായാലും മാൻഡേറ്ററി ആയിട്ടുണ്ടാവണം ബൈ ഫസ്റ്റ് ഈ ടേം ഇസഡ്, സെക്കൻഡ് ഇസഡ് -1. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, 1/z ഇൻറ്റു 1/z -1 എന്നാണ് വരുന്നത്. ആ രീതി നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ഈക്വൽ ടു ഇവിടെ എന്താണോ ന്യൂമറേറ്ററിൽ വരുന്നത് അത് നമ്മളിവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, 1 ഈസ് ഈക്വൽ ടു A/z പ്ലസ് B/z -1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എയുടെയും ബിയുടെയും നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക ഏറ്റവും എളുപ്പം വഴിയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇസഡിന് നമ്മൾ 0യും ഇസഡിന് 1ഉം കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇസഡിന് ഇവിടെ 1 കൊടുക്കുമ്പം A ഇൻറ്റു 1 - 1 0. അപ്പോൾ A ഇൻറ്റു 0 0 ആയിട്ട് പോവും. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു B ഇസഡ് എന്ന് കിട്ടും. അപ്പം നമുക്ക്
ഇസഡിന് നമ്മൾ 1 ഇവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ ബിയുടെ വാല്യൂ 1 എന്ന് കിട്ടും. ഇനി 0 നമുക്കിവിടെ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഓഫ് -1 പ്ലസ് 0 ആയിട്ട് പോകും. അപ്പോൾ എയുടെ വാല്യൂ -1 എന്ന് കിട്ടും. ഇനി നമ്മൾ തിരിച്ച് വന്ന് ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിയുടെ വാല്യൂ 1 എയുടെ വാല്യൂ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി നമ്മളിത് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള എളുപ്പ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു +1 കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യുന്നതിനുള്ള ഗുണം നമുക്കിതിനെ ഇവിടെ കോമൺ എടുക്കാൻ പറ്റും. കാരണം 2 ടേമും അപ്പോൾ സിമിലർ ആയിട്ട് വരും. അപ്പോൾ 1/z-1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൂടെ നമുക്ക് എങ്ങനെ എഴുതാം? -1 + z-1 the whole raised to -1 എന്ന് എഴുതാം. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോറൻസ് സീരീസ് ചെയ്യുന്നത്. ലോറൻസ് സീരീസിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ചെയ്ത് നോക്കുക. ആദ്യം ചെയ്യുന്ന പോലെ നമ്മളുടെ പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആക്കി മാറ്റിയതിന് ശേഷം എയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മോഡ്യൂൾ 3 എന്ന് പറയുന്നത്.